അങ്ങ് എൻ്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നൽകും. ഈ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ബൈബിള് ഒരു വ്യക്തിക്ക് അവനെക്കുറിച്ച് തന്നെ, അവൻ ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ബൈബിള് നൽകുന്നത്. ഇതിനാണ് ബൈബിള് ആത്മജ്ഞാനമെന്ന് പറയുന്നത്. ഒറ്റ ലുക്കിൽ ആത്മജ്ഞാനം പ്രാപിച്ച ആളാണ് ശതാധിപൻ. ശതാധിപൻ ഒരു യഹൂദ പാരമ്പര്യമുള്ള ആളല്ല. പക്ഷേ ദൈവത്തിൻ്റെ വാക്ക് എന്താണെന്ന് ശതാധിപനെ അറിയാം. അങ്ങയുടെ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും ശതാധിപനെ അറിയാം. എൻ്റെ ഭൃത്യൻ. പിന്നെ പുള്ളിയെക്കുറിച്ച് പറയണം, ഞാൻ അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട് എങ്കിലും. അതാണ് സ്വയം അറിവെന്ന് പറയുന്നത്. ഇത്രയും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ 10 തലമുറ ഭക്ഷിക്കാനുള്ള സ്വത്ത് കയ്യിലുണ്ടാകും, 2 ജന്മം ജീവിക്കാനുള്ള ആരോഗ്യം ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതൊക്കെ എല്ലാം ദൈവത്തിരുസ്ഥിതിയിൽ അടിയറ വെക്കേണ്ടതാണ്. സദായി പറഞ്ഞു, ഞാൻ അധികാരത്തിന് വിധേയനാണ്, എൻ്റെ കീഴിൽ ഭടന്മാരുണ്ട്, പക്ഷെ when I think of you, എനിക്ക് ഒരു വെറുമ അനുഭവപ്പെടുന്നു. അതാണ് സെൽഫ് കൺട്രീഷനിലേക്ക് പോണത്. അത് അനുതാപത്തിൻ്റെ ഒരു സ്വരം അതിൻ്റെ അകത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുതാപത്തിൻ്റെ ഒരു സെഞ്ചൂറിയൻ വേർഷനാണത്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ